ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും മഴയും വെള്ളമൊക്കെ ആയില്ലേ? ഒരു പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ലാതെ ഇരിക്കട്ടെ അല്ലേ? ചില ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ മഴ പെയ്യുമ്പോഴേക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നത് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. ആപത്തൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ. അപ്പം ഒന്ന് നൂൽപ്പെട്ടും കടലക്കറി കേട്ടോ. അപ്പോൾ ഞാൻ കടലൊക്കെ ഇന്നലെ തന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോൾക്ക് ഇപ്പോൾ നേരത്തെ പോകണം കേട്ടോ. 3 ദിവസം ഇപ്പോൾ വളാഞ്ചേരി ഉണ്ട് അവൾക്ക് 3 ദിവസം ഡ്യൂട്ടി. അപ്പോൾ നേരത്തെ 7:30 ആകുമ്പോഴേക്കും 7:45 ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം. അപ്പോൾ ഇന്ന് അവൾക്ക് അടി നൂൽപ്പെട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ കടലക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് അരക്കി വേണ്ട. അപ്പോൾ അരച്ചതിൽ കടലക്കറി ഇട്ട് വേവിക്കണ അങ്ങനത്തെ ഒന്നും നാളികേരം അരയ്ക്കാത്ത ആട്ടാ ഉണ്ടാക്കണത്. അപ്പോൾ ഒരുപാട് പട്ടടിയും ഗ്രാമ്പൂൻ്റെ ഒക്കെ ആ ഇത് ചൊവ മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പറയും പിന്നെ എന്തിനത് നിങ്ങൾക്ക് അരയ്ക്കണ നേരത്തെ എടുത്ത് പുറത്തേക്ക് ഇട്ടുകൂടെ എന്നൊക്കെ പറയും. അപ്പം ഇന്ന് ഒരു ഏലക്കായും ഒരു ചെറിയ പട്ടയും ഒരു ഗ്രാമ്പൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നൂൽപുട്ടൊക്കെ ഒന്ന് നിറച്ചിട്ട് ഒന്ന് പീച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആ 2 ദിവസം മുന്നത്തെ മഴയിൽ താഴെ 2 കോഴിക്കൂടായിട്ടുള്ളത്. അതിലത്തെ ഒരു കൂട്ടിൽ ആ ചെറിയൊരു കൂടുണ്ട്, അതിലാണ് എല്ലാവരും കയറുക. കുറേ ആൾക്കാരൊക്കെ ഇട്ടാ. അപ്പോൾ രാവിലെ കൂട് തുറന്ന് നോക്കുമ്പോൾ ആ കൂട് രണ്ടും ആകെ നനഞ്ഞ് ചീഞ്ഞിട്ടിട്ടാ. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഈ കോഴിക്കൂടിൻ്റെ മേലെ പലക അടിച്ചേമ്പേക്ക് ഇങ്ങനെ എത്തിയിട്ട് ഒലിച്ച് പോയിട്ടാട്ടാ. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയോ ഒന്നും ഇപ്പോൾ കാറ്റിന് പാറിയിട്ട് എങ്ങനെയാവോ. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഉള്ളിൽ പോയിട്ട് ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ എത്തിയിറക്കുക. അപ്പോൾ കൂട് നനഞ്ഞിട്ടേ ആ നനഞ്ഞ കൂട്ടിലിങ്ങനെ നേരം വെളിച്ചാവോളം കോഴി ഇരുന്നില്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്നിട്ട് കൂടൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടാ. പക്ഷേ ആ തണുപ്പിൽ ഇപ്പോൾ ഈ തണുപ്പ് കോഴികൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാട്ടെ ഈ തണുപ്പ്. കൂടൊക്കെ ഈ നന്നായിട്ടൊക്കെ മറച്ചു കൊടുക്കുക. ഇരുമ്പിൻ്റെ കൂടൊക്കെ വെച്ചങ്ങ് തീർച്ചയായിട്ടും നന്നായിട്ട് മറച്ചു കൊടുക്കണം അവർക്ക്. അപ്പം ഇന്ന് രാവിലെ ആ കോഴീനെ മേലെ ആകുമ്പോൾ എല്ലാ കോഴികളും കൂടിയിട്ട് കൊത്തൂട്ട തലയിലും ഇങ്ങനെ കൊത്തിയിട്ട് നല്ല രോമം എടുക്കും തലയിലത്തെ. അപ്പം ഇങ്ങനെ മുട്ട പോലെ ഉണ്ടാവും തല. അപ്പം അങ്ങനെ മുട്ടയെന്ന് വിളിച്ചിട്ട് ഇപ്പോൾ തിന്നാനൊക്കെ ആയിട്ട് വന്നാൽ അതിനെ കണ്ടില്ലെങ്കിൽ മുട്ടയെന്ന് വിളിച്ചാലാണ് കേട്ടോ ഓടി വരിക. അപ്പോൾ ഇന്ന് രാവിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൂങ്ങിക്കും. അപ്പോൾ ഞാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രതിരോധ ശേഷി ഇല്ലാത്തൊരു കോഴിയാട്ടാ. പറയുമ്പോൾ ഞാൻ വാക്സിനൊക്കെ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മഴയത്താണ് ഓടിപ്പോയിട്ട് കൂടൊക്കെ തുറന്നത്. അപ്പോൾ തിന്നാൻ വന്നപ്പോൾ അതിനെ മാത്രം കണ്ടില്ല. അപ്പോൾ ഞാൻ ചെന്ന കൂട്ടിൽ തന്നെ കിടക്കുകയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അന്നിപ്പോൾ വൈകുന്നേരത്ത് മഴയൊക്കെ ഒന്ന് ഒരു ഒലിച്ചയായപ്പോൾ ഞാൻ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ലേശം പൊടിയൊക്കെ ഇടട്ടെ വെച്ചിട്ട് പോയി നോക്കുമ്പോൾ ചത്ത് കിടക്കണം മക്കളെയൊക്കെ വീട്ടിൽ. ഒരു വെണ്ണീറിൻ്റെ കളറുള്ളൊരു കോഴിയാണ് കേട്ടാ. എനിക്ക് പാവമായി. ഇന്നലെ കൂട്ടിൽ കയറിയ കോഴിയാണ്. അപ്പോൾ ഈ തണവിൽ ഇങ്ങനെ ഇരുന്നിട്ടേ. അപ്പോൾ എല്ലാവരും അങ്ങനെ കോഴീനെ വളർത്തുന്നവരൊക്കെ നന്നായിട്ട് കൂടൊക്കെ ശ്രദ്ധിക്കുക. കോഴീനെ ഇവർക്ക് തണവ് അതേ പോയാൽ മതിട്ടാ, വേഗം ചാവും. അപ്പം ഇന്ന് ഭയങ്കര വിഷമമായിട്ടാണ് വൈകുന്നേരത്ത്. അപ്പോൾ വോയിസ് കൊടുക്കാനും ഒക്കെയും പിന്നെ വൈകി കൂടൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ മരപ്പൊടിയൊക്കെ കൊടുന്നിട്ട് ഇനിയിപ്പോൾ ഒന്ന് ബാക്കിയുള്ളവരൊക്കെ കയറുമല്ലോ. എല്ലാവർക്കും ആ ഒരു കൂടുതലിഷ്ടം. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ മരപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പം എന്താ വിശേഷം, അതൊരു വിഷമമുള്ളൊരു വിശേഷമായി. അപ്പോൾ നൂൽപുട്ടൊക്കെ ഒരു തട്ട് ഞാൻ നിറച്ച് വെച്ച് പിന്നെ നമ്മളെ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയത് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ആ അരപ്പും കൂടി ആ കടലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും ആ വറവിലിട്ട് കൊടുക്കുക. ഉള്ളി താളിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല സൂപ്പർ കറി തന്നെയായിരുന്നു. അപ്പോൾ മോൾക്ക് പോകാനായപ്പോൾ വേഗം ചായയൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ
നേരം വെളിച്ചാവോളം മഴയൊക്കെ ഉണ്ടായിരുന്നിട്ടാ. നല്ല മഴ ഇങ്ങനെ ചാറിനുകൊണ്ടുന്ന ഒരു പേര് മഴയില്ല. ഇങ്ങനെ നല്ല വണ്ടിയിലേ മഴക്കാറൊക്കെ ചാറിനുകൊണ്ടിട്ടാ. അപ്പം അങ്ങനെ തലയിലൊക്കെ ഒരു തോർത്തിട്ടിട്ട് മുറ്റടിക്കുക. മഴ പെയ്താൽ പിന്നെ ഈ മുറ്റത്തെ കരട് ഒന്നും നീങ്ങൂലല്ലേ. എത്ര അടിച്ചാലും തട്ടി തട്ടി തട്ടിയിട്ട് കൊണ്ടുപോകണം. ഈ പ്രാവൊക്കെ ഉള്ള കാരണം ഇലയൊക്കെ വീണാൽ പിന്നെ അങ്ങനെയാണ് കേട്ടാ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും തിരിച്ചും സപ്പോർട്ട് ഉണ്ടാവും കേട്ടാ. പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ? എല്ലാ ഭാഗത്തും മഴ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ. നമ്മൾ പെണ്ണുങ്ങളൊരു സ്വഭാവം അതല്ലേ. ഈ എത്ര വേനലായാലും പിന്നെ മഴ ഇല്ലേ വെള്ളമില്ലേ എന്നറിയും. പിന്നെ മഴ ഉണ്ട് പെയ്ത് 2 മഴ പെയ്താൽ മഴ തന്നെ ഒരു വെയിലെറിച്ചെങ്കിയെന്നറിയാം. നമ്മളെ പെണ്ണുങ്ങളൊരു സ്വഭാവം അല്ലേ. അപ്പം ഇന്നലെ കമൻറ്റിൽ ചോദിച്ച് മണുങ്ങ് എന്ന് പറയുന്ന മീൻ എന്താന്ന്. അപ്പോൾ ഒരേ നാട്ടിലെ ഏത് ഭാഷയൊക്കെയാണ് ആവട്ടാ. ഇവിടെ ഇത് മണുങ്ങ് എന്നാണ് പറയട്ടാ ആ വറുത്ത മീനിന്. ഇത് കണ്ടംപാര കേട്ടാ. കണ്ടംപാര കുട്ടികളാണ്. അപ്പോൾ കുട്ടികളെ ഒരു ഇടിത്തം പറ്റി. മീനൊക്കെ ഇത് നന്നാക്കി എടുക്കണമെങ്കിൽ വാലുമെന്നും അങ്ങനെ അരിഞ്ഞെടുക്കണ്ടേ. കുറച്ച് സമയമൊക്കെ പിടിച്ചിട്ടാ നന്നാക്കി എടുക്കാൻ. എന്നിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടാ. അപ്പോൾ ഉപ്പിടാതെയാണ് ഞാൻ ആ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ളത് കേട്ടാ. അങ്ങനെ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഒന്ന് ഉണക്കച്ചെമ്മീനും ചക്കക്കുരും വെക്കാച്ചിട്ട് കേട്ടാ. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ ഞാൻ ആകുമ്പോൾ തന്നെ ചക്കക്കുരും ഒരു തക്കാളിയും കൂടിയിട്ട് വേവാൻ വെച്ചിട്ടാ. 10:30 മണിക്ക് എന്നിട്ട് നാളികേരമൊക്കെ ഞാൻ ചിരകി വെച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് 10:45 പോയ കറണ്ട് 12:45 1 മണിയായിട്ടും വന്നില്ല കേട്ടോ. അപ്പം ഞാൻ സൽമ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ല, ഒന്ന് ഇലക്ട്രിസിറ്റിയിലേക്ക് വിളിച്ച് നോക്ക് പറഞ്ഞു. അപ്പോൾ ഏത് ഭാഗത്താണ് വെച്ചപ്പോൾ വെള്ളുവഞ്ചിറ റോട്ടിലാണ് കറണ്ട് ഇല്ലാത്തത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞയക്കട്ടാ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൺസ്യൂമർ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്ത്. പിന്നെ 1 മണിയായിട്ടാ കറണ്ട് വന്ന്. അപ്പോൾ നാളികേരമൊക്കെ ചിരകിയത് അങ്ങനെ അവിടെ വെച്ച് വെന്ത് കിടക്കണ തക്കാളിയും ചക്കക്കുരും ഒക്കെ അങ്ങനെ ഇറക്കി ഗ്യാസമ്മ കൊടുന്ന് അവിടെ ഓഫാക്കിയിട്ട് അവിടെ വെച്ച്. ഇനിയിപ്പോൾ നമുക്കിത് നാളികേരം അരച്ച് കിട്ടണ്ടേ. അപ്പോൾ ഈ തളേൻ്റെ കുട്ടിയാട്ടത് ഈ ഉണക്കച്ചെമ്മീനിൽ. അപ്പോൾ ഇപ്പോൾ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് അരച്ച് കൊണ്ടുവരണ്ടേ വെച്ചിട്ട് അമ്മിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ അമ്മിമേലൊന്നും ഞാൻ അരയ്ക്കില്ല, പൂച്ചാളൊക്കെ കയറി മറിയണ കാരണം. അപ്പോൾ 1 മണിയായിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഉണക്കച്ചെമ്മീൻ വറുത്തിട്ട് കൊടുക്കണു, പുളിങ്ങ ചേർക്കണു ഒക്കെ. അപ്പോൾ എന്നിട്ടാണ് നാളികേരമൊക്കെ അരച്ച് 1:30 ആയിട്ടാണ് പിന്നെ ചോറുണ്ണാൻ. അപ്പോൾ നാട്ടിലെ നല്ല മഴക്കാറാട്ടാ. അത് മുൻഭാഗമാണ്. നല്ല രസമാട്ടാ അങ്ങനെ ഈ മഴക്കാറ് ഇങ്ങനെ മൂടി കെട്ടിയിട്ടുള്ള ഈ ആകാശം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ മുൻവശത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കി ആ ആകാശം കാണുന്ന ആ ഭാഗം പാടാട്ടാ. അപ്പോൾ മഴക്കാറുണ്ടാകുന്ന വന്ന് നോക്കുക, മരത്ത് വന്നിട്ട് അങ്ങോട്ടാണ് നോക്കുക. അപ്പോൾ ഉറപ്പാണ് അവിടെ മഴക്കാറുണ്ട് വെച്ചെങ്കിൽ മഴ എന്തായാലും പെയ്യും. അപ്പം നമ്മൾ അപ്പൂസ് ആള് ചെകലാട്ടാ. ഈ കുട്ടുമോനെ ഭയങ്കര ഇഷ്ടാട്ടാ. എന്നാലോ ഓൻ്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ഓനെ കടിച്ച് ഉപദ്രവിക്കും. അപ്പോൾ ഓൻ്റെ അടുത്ത് നല്ല കിട്ടും ചെയ്യും. അപ്പോൾ ഈ ചെറിയ ചെമ്മീനായിട്ട് അങ്ങോട്ട് വിരിഞ്ഞിട്ട് വീണിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ അത് ആൾക്കാർ പിടിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കഴുകിയിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് അത് വെന്ത് വരുമ്പോൾ നാളികേരം കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ കൂടി അരച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടാ. ഇനിയിപ്പോൾ ഈ മീൻ കറി ഞാൻ വെക്കാൻ പറഞ്ഞു. ഞാൻ വെക്കണില്ല വെച്ചിട്ട് എന്താണ് വെറുതെ ഒന്ന് മീൻ എന്ന് പറയാൻ തന്നെ ഉണ്ടാവുള്ളൂ അത്. അപ്പോൾ വറക്കാൻ വിചാരിച്ചു, വറക്കാൻ കായം തേച്ചിട്ട് ഉപ്പിടാതെ വെച്ചിട്ടാ. അപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ എനിക്കും മോനും കൂടിയിട്ട് കുറച്ചിട്ട് വറുത്ത് ബാക്കി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് വറുത്തിട്ട് കഴിക്കാൻ നേരത്ത് നോക്കുമ്പോൾ ഉപ്പില്ല. അപ്പം മോൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പുവെള്ളമൊക്കെ തെളിച്ചിട്ട് ആ വറുത്തത് ഒക്കെ വീണ്ടും ഒന്ന് മൊരിയിച്ചെടുത്തിട്ടാ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെയാണ് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ അന്തക്കിടുകളെ പോലത്തെയൊക്കെ സ്വഭാവങ്ങളാട്ടോ ചില സമയത്ത്. അപ്പോൾ ഒന്ന് കാര്യമായിട്ടുള്ള പുറത്തെ ഇതൊന്നും മഴയായ കാരണം നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കേട്ടാ. അപ്പോൾ ഇന്ന് ഒക്കെ അകത്തുള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ പുറത്ത് മഴ ഇല്ല വെച്ചെങ്കിൽ നമുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. ആ മേലെ ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മിളകൊക്കെ നശിക്കൂലേ മഴയത്ത് ഇങ്ങനെ നിന്നിട്ട്. ഈ ഒക്കെ ഇങ്ങനെ നല്ല മിളകുണ്ടായതാട്ടോ. അപ്പം മിളകൊന്നുമില്ല.
എനിക്കങ്ങനെ മഴ പെയ്തിട്ട് എന്തോ പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് താഴത്ത് കൊടുന്നേക്കണം എന്താ വേണ്ടുന്നിട്ട് ഞാനൊക്കെ മേലെ അരുവിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ തീരുമാനിച്ചില്ല. ചിലപ്പോൾ ആക്കി കൂടിയിട്ട് താഴത്തേക്ക് കൊണ്ടുവരണ എന്താണെന്നൊന്നും. ഒരു സമയത്ത് നല്ല മുളകുണ്ടായിരുന്നിട്ട്. അപ്പോൾ മുളകൊക്കെ പഴുത്ത് നിൽക്കുമ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഉണക്കി പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പൊട്ടിച്ചിടാൻ കറിയൊക്കെ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് നോക്കുമ്പോൾ ഉണക്കമുളക് മേലെയാവും, എടുത്തു കൊടുക്കുന്നുണ്ടാവില്ല. മേലെ വെച്ചാൽ പുറത്തല്ല, ആളില്ല അവിടെ ആ മേശമേ. അപ്പോൾ ഇടില്ല. അപ്പോൾ ഇത് ഞാൻ ഓണക്കുറുടെ പൈസ കൊണ്ടെടുക്കാൻ പോകട്ടെ. അപ്പോൾ കുട്ടികളെ കളി ഗ്രൗണ്ടാട്ടാ, നിറയെ മക്കൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഈ മഴയായ കാരണം ഒരെണ്ണമില്ല, ശൂന്യമായിട്ട് കിടക്കുന്നു കളിപ്പറമ്പ്. അപ്പോൾ ഈ മഴക്കാലം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടുന്ന് വെള്ളം ഒലിച്ച് വന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ മുട്ട് വരയ്ക്ക് വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ആടിനൊക്കെ മഴയുടെ ഒരു ഗ്യാപ്പ് കൊണ്ട് വന്നാൽ വേഗം വന്നിട്ട് കുറച്ച് പുല്ലരിഞ്ഞിട്ട് പോകും. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മോന് വീടുണ്ടാക്കാനാട്ടാ ഒക്കെ തൂർത്ത്, വണ്ടിയിൽ മണ്ണ് വന്നിട്ട് തൂർത്തുണ്ടാക്കിയത് കേട്ടാ. അപ്പോൾ അവിടെ സാവധാനമൊക്കെ ഒരു വീടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കിണറൊക്കെ കുത്തിയെടുക്കണം. നല്ല പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എത്ര പുല്ലരിഞ്ഞാലും തീരില്ല. അപ്പം നമ്മളെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ട്ടാ കൂട്ടുകാരെ. ഓക്കെ.